ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ഒരുപാട് വീട്ടമ്മമാർക്ക് ഒരുപാട് ഉപകാരം ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും വീട്ടിലും ഉണ്ടായിരിക്കും, വേപ്പുമരം ഉണ്ടായിരിക്കും, അതിങ്ങനെ മുരടിച്ച് നിൽക്കുന്നത് കാണാം. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, കഞ്ഞിവെള്ളം അങ്ങനെ ഒരുപാട് ഒറ്റമൂലികൾ പരീക്ഷിച്ചിട്ടുണ്ടാവും യൂട്യൂബിലൊക്കെ നോക്കിയിട്ട്. പക്ഷെ എല്ലാം വെറുതെ ആയി പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മുടെ വീട്ടിലൊരു വേപ്പുമരം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്തായിട്ട് ചായമൺസ് എല്ലാവർക്കും അറിയുന്നൊരു ചീരയാണ്. അപ്പോൾ അതിൻ്റെ വലിയൊരു കമ്പ് നോക്കിയിട്ട്, ചെറിയ കമ്പാകുമ്പോൾ അതിൻ്റെ പടർന്ന് പിടിക്കും. അപ്പോൾ വലിയൊരു കമ്പ് നോക്കിയിട്ട് ഈ വേപ്പ് മരത്തിൻ്റെ അടുത്ത് തന്നെ കുത്തിയിട്ട് അതിലേക്ക് പിടിച്ച് കെട്ടിക്കൊടുക്കുക. ഒരു താങ്ങിനൊരു കമ്പ് കുത്തുന്ന അതേപോലെ നമ്മൾ കെട്ടിക്കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, അതിൽ നല്ല ഒരുപാട് ശാഖകൾ വരുന്ന സമയത്ത് ആ ചായമൻസയുടെ കമ്പുകളൊക്കെ ഒടിച്ച് കളയുക. ചെറുതായിട്ടൊന്ന് നല്ല വളരാൻ സമ്മതിക്കാതെ ഇരുന്നാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ വേപ്പിൻ്റെ മരത്തിന് നിൽക്കാൻ സ്പേസ് ഇല്ലാതായി മാറും. അതുകൊണ്ട് ആ ചായമൻസിനെ നമ്മൾ അധികം വളരാൻ സമ്മതിക്കരുത്. എന്നാൽ അതിനോട് അടുത്തന്നെ ആയിട്ട് നമ്മൾ കെട്ടിക്കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യും, വേപ്പ് മരത്തിന് ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ മുരടിച്ചു പോകുകയൊന്നും ചെയ്യാതെ നല്ല അടിപൊളിയായിട്ട് വളരും. ഞാൻ എൻ്റെ വീട്ടിലുള്ള 3 വേപ്പ് മരത്തിന് ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മുടെ കഞ്ഞിവെള്ളം അങ്ങനത്തെ പരീക്ഷണങ്ങളൊന്നും ചെയ്യരുത്. അതേപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഇങ്ങനെ കല്ല് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു തറ പോലെ ആക്കിയെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കോഴികളൊക്കെ ഉള്ളെടുത്ത് അതൊക്കെ ചുറ്റി ഉണ്ടാക്കും. അതുകൊണ്ട് ആദ്യം ഒരു തറ ഉണ്ടാക്കി കൊടുക്കുക. ഇത് ഞങ്ങളെ വീട്ടിലുള്ള വേറൊരു വേപ്പ് മരമാണ് കേട്ടോ. ഇതിൻ്റെ അടിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ചായമൺസി ഒന്നും വെച്ചിട്ടില്ല. ഇത് മൊത്തമായിട്ട് മുരടിച്ചു പോയി. വലിയൊരു മരമായിരുന്നു. പക്ഷേ എന്ത് ചെയ്തു, അതിൻ്റെ ഇലകളിലൊക്കെ പുഴുക്കൾ വന്നിട്ട് മൊത്തം മരം എന്ത് ചെയ്തു, നശിച്ചു പോവുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ എന്ത് ചെയ്തിട്ടും അത് നന്നായി വരുന്നില്ല. ഇനി ഞാൻ എന്ത് ചെയ്യണം, അതിൻ്റെ അടിയിലായിട്ടും ഇങ്ങനെ ഒരു മരം കുഴിച്ചിടണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഈ ഒരു മരത്തിന് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളെ വേപ്പുമരം നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വേപ്പുമരമായിട്ട് തന്നെ കിട്ടും. കാരണം എൻ്റെ വീട്ടിൽ ചെയ്തിട്ട് തന്നെ ഞാൻ ശരിക്കും ഷോക്കായി പോയി. കാരണം വേപ്പുമരമൊക്കെ കാണുന്നവരെന്നെ എന്നോട് ചോദിക്കുക ഇനി എന്ത് വളമായിട്ട് കൊടുക്കുന്നതെന്ന്. അത്രയ്ക്ക് അടിപൊളിയായിട്ട് വളരാൻ തുടങ്ങിയിട്ടാണ്. അപ്പോൾ വേപ്പുമരം വേണമെന്ന് ആഗ്രഹമുള്ള വീട്ടമ്മമാരൊക്കെ ഇപ്പം തന്നെ പോയിട്ട് ഒരു ചായമൻസയുടെ വലിയൊരു കമ്പ് എടുത്തിട്ട് നമ്മുടെ വേപ്പുമരത്തിൻ്റെ ചോട് വെച്ചിട്ട് അതിലേക്കൊന്ന് പിടിച്ച് കെട്ടിക്കൊടുത്തോളൂ. വേപ്പിൻ്റെ ഇല പൊട്ടിക്കരുത് എന്ന് പറയുന്നത് അതിനോട് ഞാൻ യോജിക്കുന്നില്ല കേട്ടോ. കാരണം ഞാൻ പൊട്ടിക്കാറുണ്ട്. പൊട്ടിക്കുന്ന സമയത്ത് അതിൻ്റെ കമ്പോടൊക്കെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുക. നമ്മൾ ഇല മാത്രം ഊരിയെടുക്കാതെ കമ്പ് പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ശാഖകൾ വന്നിട്ട് നല്ലോണം പടർന്ന് പിടിക്കും. അപ്പോൾ നമ്മൾ വെക്കുന്ന ചായമൻസയുടെ ശാഖകൾ ഇങ്ങനെ വരുന്നത് പൊട്ടിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക. താങ്ക് യു ഫോർ